അങ്ങനെ മദ്രാശിയിലുള്ള ആ സമയത്ത് എൻ്റെ നാട്ടുകാരനായിട്ടുള്ള മാപ്രാണം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ രാഘവൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മിലിറ്ററിക്കാരനായിരുന്നു. അപ്പോൾ അയാൾ മദ്രാശിയിൽ വന്നു, എന്നെ കണ്ടു, എൻ്റെ അടുക്ക പറഞ്ഞു, താനൊക്കെ വലിയ നടനായില്ലേ? സത്യം പറഞ്ഞാൽ ഞാനൊരു നടനുമായിട്ടില്ല, ചെറിയ ചെറിയ റോളുകൾ അത്രയൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ അയാളുടെ മുമ്പിൽ ഞാനൊരു വലിയ നടനാണ്, താനൊക്കെ വലിയ നടനായില്ലേ? എനിക്കും ഉണ്ടോ ഒരു മോഹം, എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് വേണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നാട്ടുകാരൻ്റെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ നടനാണെന്നുള്ളത് പോലെ തന്നെ ഞാൻ അങ്ങോട്ട് അഭിനയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സിനിമയ്ക്കകത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇതിനകത്ത് ഇൻസ്പെക്ടറായിട്ട് ഞാൻ അഭിനയിക്കുന്ന ആ സിനിമയ്ക്കകത്ത് ഒരു കള്ളൻ്റെ വേഷമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ പ്രൊഡക്ഷൻ മാനേജർ ഒരാളെ തപ്പിക്കൊണ്ട് കിടക്കുകയാണ്. മാത്രമല്ല ഈ പ്രൊഡ്യൂസറാണെങ്കിൽ ഇത്തിരി കാശ് കൊടുക്കാൻ വിഷമമുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ അടുക്ക ഈ പ്രൊഡക്ഷൻ മാനേജർ ചോദിച്ചു, അല്ല നമുക്ക് ഈ കള്ളൻ്റെ റോൾ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരാളുണ്ട്, രാഘവൻ. അയാൾ ഇരിഞ്ഞാലക്കുടയിൽ വെണ്ണിലാവ് കലാസമിതിയിൽ നാടകത്തിൽ അഭിനയിച്ച ആളാണ്, വളരെ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ കള്ളൻ്റെ റോള് നമ്മുടെ രാഘവൻ അങ്ങോട്ട് ഉറപ്പിച്ചു. സുമാരേട്ടാ, ആ കള്ളൻ്റെ വേഷത്തിന് ആരെയും ഫിക്സ് ചെയ്തിട്ടില്ല. ഓ ഇല്ല, എന്തേ? അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കണ്ട നല്ല കള്ളലക്ഷണ, ഒത്ത സൈസും. എങ്ങനെ, തീറ്റപ്രിയനാണോ? ഹേയ്, ആഹാരം ഒന്നും അവന് വിഷയമല്ല. ആ തീറ്റയല്ല, ഫിലിം. അതെത്ര തിന്ന് തീർക്കുമെന്ന്. ടേക്കിന്റെ എണ്ണം കൂടുമ്പോഴേ കൊടാക്കിന്റെ ബില്ലും കയറും. ഞാൻ ഇന്നേ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചോളാം. ശരി ശരി, പോകുന്ന വഴിക്ക് രഘുണ്ണന്റെ കയ്യിൽ നിന്ന് ഡയലോഗും കൂടെ വാങ്ങിക്കൊണ്ട് പൊക്കോ. നാളെ കിടന്ന് ചുറ്റിക്കണ്ട. ശരി. പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ സ്വന്തം ഡയലോഗ് പഠിക്കുന്ന നന്നായിരിക്കും. തീറ്റയുടെ കാര്യത്തിൽ താനും അത്ര മോശമൊന്നുമല്ല. സത്യമായിട്ട് ഞാൻ എടുത്തതല്ല. എടുത്തതല്ല എന്നല്ല, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഏമാനെ, അങ്ങനെ വേണം പറയാൻ. നിന്റെയൊക്കെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെയാടാ ഏമാനെന്ന് വിളിക്കുന്നത്? എന്റെ രാഘവേട്ട, ഇത് സിനിമയാണ്. ഇവിടെ മാപ്രാണൻ രാഘവനും ഇന്നസെന്റ് ഒന്നുമില്ല, കള്ളനും പോലീസും. കള്ളം പോലീസിനെ ഏമാൻ തന്നെ വിളിക്കണം. ഡയലോഗ് തിരിച്ച് ഡയറക്ടർ ചൂടാവും. ആ, ഏമാനെങ്കിൽ ഏമാൻ. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഏമാനെ. ചി, കള്ളം പറയുന്നുണ്ടോ റാസ്കൽ? നീ എടുക്കാതെ അലമാരയുടെ ലോക്കലിൽ ഇരിക്കുന്ന പത്മാവതിയുടെ നെക്ലസ് നിന്റെ പോക്കറ്റിൽ എങ്ങനെയാ വന്നേ? എടുക്കാത്ത സാധനം എന്റെ പോക്കറ്റിൽ എങ്ങനെയാടാ വരുന്നത്? രാഘവേട്ട, ഇത് സിനിമയിലെ സീനാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം തന്നെ മാല മോഷ്ടിച്ച കാര്യം നിന്നോടങ്ങ് തുറന്നു പറഞ്ഞേക്കാം. വെറുതെ ആവശ്യമില്ലാതെ നീ എന്നെ ചോദ്യം ചെയ്തും ഞാൻ ഉത്തരം പറഞ്ഞും വെറുതെ ചുറ്റി വളഞ്ഞ് മെനക്കിടുന്ന എന്തിനാ? അപ്പൊ പിന്നെ സീനാവുന്ന എങ്ങനെയാ? അതൊക്കെ വലിയ പ്രശ്നമുള്ള കാര്യമാണല്ലടാ. ഡയലോഗ് പറയാനൊക്കെ വലിയ പാടാണല്ലേ? പാടൊന്നുമില്ല, വെറുതെ വേണ്ടെന്ന് കരുതിട്ടാ. നാളെ രാഘവേട്ടനെ കൊണ്ട് ചെല്ലാന്ന് ഏറ്റും പോയി. എന്റെ ആഫീസ് പൂട്ടിക്കോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ ഡയലോഗ് പറയണം, നീ കള്ളാസും തന്നേ. ഞാനിതൊന്ന് പഠിച്ചിട്ട് നമുക്കൊരു കൈ നോക്കാം. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഏമാനെ. ചി, കള്ളം പറയുന്നോടാ റാസ്കൽ. നീ എടുക്കാതെ അലമാരയുടെ ലോക്കറിൽ ഇരിക്കുന്ന പത്മാവതിയുടെ നെക്ലസ് എങ്ങനെ നിന്റെ പോക്കറ്റിൽ വരുന്നേ? അതാ ഏമാനെ എനിക്കും മനസ്സിലാവാത്തത്. ആരെങ്കിലും എന്നെ കള്ളനാക്കാൻ വേണ്ടി മനഃപൂർവ്വം എന്റെ പോക്കറ്റിൽ കൊണ്ടുവന്നിട്ടതാണോ എന്നൊരു സംശയം. വേഷം കെട്ടെടുക്കുന്നോടാ കഴിവറടാ മോനെ. സത്യം പറഞ്ഞില്ലേ നിന്റെ മുലപ്പാല് ഞാൻ കാക്കിക്കും. അയ്യോ, ഇനി എന്നെ തല്ലല്ലേ ഏമാനെ. ഞാൻ സത്യം പറയാം. അവര് ക്ലബ്ബിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഞാനിവിടെ തോട്ടത്തിൽ പതുങ്ങി നിപ്പുണ്ടായിരുന്നു. അവരുടെ കഴുത്തിൽ കിടന്ന് പളവളാന്ത് മിന്നുന്ന നെക്ലസ്. ഞാൻ അപ്പോഴും നോട്ടം വിട്ടു. ഞാൻ ജനലിൽ കൂടി എത്തി നോക്കിയപ്പോൾ അവര് ദൂരി അലുമാരി ലോക്കറിൽ വെച്ച് പൂട്ടി താക്കോല് തലയണക്കീഴിൽ വെക്കുന്നത് ഞാൻ കണ്ടു. മുറിയിൽ ആളില്ലാത്ത തക്കത്തിന് നീ അതെടുത്തു അല്ലടാ? പുറത്തെത്തി മതിലേടാൻ തുടങ്ങുമ്പോഴാ ആ കുരുത്തം കെട്ട പട്ടി വന്നെന്നെ കാല് കടിച്ചു തേമാനെ. അല്ലെങ്കിൽ നീ അത് വിറ്റ് പുട്ടടിച്ചേനെ അല്ലടാ? അങ്ങനെ പറഞ്ഞാ മതി. രാഘവേട്ടൻ എന്നെ രക്ഷിച്ചു, ഇല്ലെങ്കിൽ നാളെ വലിയ പ്രശ്നമായന. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അത് ഞാൻ ഏറ്റു. അയ്യോ അയ്യോ, ഇനി എന്നെ തല്ലല്ലേ ഏമാനെ. ഞാൻ പറയാം, ഞാൻ ക്ലബ്ബിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ അവര് തോട്ടത്തിൽ പതുങ്ങി നിൽക്കുകയായിരുന്നു. ക്ലബ്ബിൽ പോയത് താനല്ല, അവരാണ് ക്ലബ്ബിൽ പോയത്. താൻ പതുങ്ങി നിൽക്കല്ലായിരുന്നു. സോറി സാർ. ക്ലാപ്പ് ഇൻ, സ്റ്റാർട്ട് സൗണ്ട്, ക്ലാപ്പ് ബൈ 4 ടേക്ക് 5 ആക്ഷൻ. അയ്യോ അയ്യോ അയ്യോ, എന്നെ തല്ലല്ലേ ഇന്നസെന്റ്. അയ്യോ സോറി സാർ. കാട്ട് ഇറ്റ്. എവിടുന്ന് കിട്ടിയടോ ഈ സാധനത്തിനൊക്കെ? അയ്യോ, ഇനി തെറ്റിക്കില്ല സാർ. റെഡി റെഡി, ഓക്കെ. ക്ലാപ്പ് ബൈ 4 ടേക്ക് 7 ആക്ഷൻ. അയ്യോ അയ്യോ, ഇനി എന്നെ തല്ലല്ലേ ഏമാനെ. ഞാൻ പറയാം, ഞാൻ ജെല്ലിൽ കൂടി എത്തി നോക്കിയപ്പോ ആ കുരുത്തം കെട്ട പട്ടി എന്റെ തലയെ കടിച്ചു. കാട്ട് ഇറ്റ്. ലെറ്റ്സ് ഓഫ്. ഒന്ന് പറഞ്ഞു കൊടുക്കടോ, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. താനും വന്നേ. തന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ,
വഴിയെ പോയ വയ്യാവേലൊരു തല വെച്ചിട്ട് ഇപ്പൊ ഇന്ന് കൈവിടുന്നു. അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് ഈ സീൻ ഷൂട്ട് ചെയ്ത് തീർന്നില്ലെങ്കിൽ പിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ താനായിരിക്കും ലെസയുടെ റോളിൽ.